ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇക്വലൻ്റ് മാസ്, ഗ്രാം ഇക്വലൻ്റ് തുടങ്ങിയവയാണ്. ആദ്യം നമ്മൾ ഇക്വലൻ്റ് മാസാണ് നോക്കുന്നത്. ഇക്വലൻ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാലും ഇക്വലൻ്റ് മാസ് തന്നെയാണ് കേട്ടോ. ഇതിനുള്ള ഇക്വേഷൻ മോളിക്കുലാർ വെയിറ്റ് ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ. ഈ മോളിക്കുലാർ വെയിറ്റിന് പകരം മോളാർ മാസ് എന്ന് വേണമെങ്കിൽ എഴുതാം. കാരണം എന്താ, ഇപ്പോൾ O2ൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 32 ആണെങ്കിൽ അതിൻ്റെ മോളാർ മാസ് എത്ര തന്നെയാണ്? അപ്പോൾ 32 ഗ്രാം തന്നെയാണ്. ഇനി ഈ എൻ ഫാക്ടർ എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ആസിഡ്സിൻ്റെ കേസ് ആദ്യം നോക്കാം. ഉദാഹരണത്തിന് ഒരു ആസിഡ് എഴുതാം, H2SO4. ആസിഡ്സിൻ്റെ കേസിൽ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ ആസിഡിൻ്റെ ബേസിസിറ്റി ആണ്. ഇനി എന്താണ് ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് H2SO4ൻ്റെ കാര്യം എടുക്കാം. ഈ ആസിഡ് എത്ര H+ തരും? 2 H+ അല്ലേ? അപ്പോൾ ഈ കേസിൽ ബേസിസിറ്റി എത്രയാണ്? 2 ആണ്. അതായത് H2SO4ൻ്റെ കേസിൽ എൻ ഫാക്ടർ എത്രയാണ്? 2 ആണ്. അപ്പോൾ ആസിഡ്സിൻ്റെ കേസിൽ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബേസിസിറ്റി ആണ്. വേറൊരു ആസിഡ് നോക്കാം, HCl. HCl എത്ര H+ തരും? ഒരെണ്ണമല്ലേ? അപ്പോൾ ഇതിൻ്റെ എൻ ഫാക്ടർ എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് H2SO4ൻ്റെ ഇക്വലൻ്റ് മാസ് കണ്ടെത്താം. ഇക്വലൻ്റ് മാസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ വെയിറ്റ്. H2SO4ൻ്റെ എങ്ങനെയാണ് കണ്ടെത്തുക? ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? 1 ആണ്. അങ്ങനത്തെ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ 2. സൾഫറിൻ്റെ 32 ആണ്. ഓക്സിജൻ്റെ 16 ആണ്. അങ്ങനത്തെ 4 എണ്ണം ഉണ്ട്, അപ്പോൾ 16 × 4 64. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ 98 ആണ് വരിക. മോളാർ മാസ് ആണെങ്കിൽ 98 ഗ്രാം എന്ന് എഴുതാം. അപ്പോൾ H2SO4ൻ്റെ മാസ് വരുന്നത് 98 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെഴുതാം? 98 ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നല്ലോ. എത്ര H+ ആണ് H2SO4 തരിക? 2 H+ ആണല്ലേ? അപ്പോൾ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിസിറ്റി ആണ്, അതായത് 2. അപ്പോൾ 49. ഇക്വലൻ്റ് മാസ് എന്ന് പറഞ്ഞാൽ 49 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ആസിഡ്സിൻ്റെ എൻ ഫാക്ടർ കണ്ടെത്തുമ്പോൾ ഈ ഹൈഡ്രജൻ്റെ എണ്ണം നേരിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതിയോ? അതായത് H2SO4 ആണെങ്കിൽ 2, HCl ആണെങ്കിൽ 1. അങ്ങനെ എപ്പോഴും എഴുതാനായിട്ട് പറ്റില്ല. ഉദാഹരണത്തിന് കുറച്ച് ആസിഡ്സ് എടുക്കാം, H3PO4, H3PO3, H3PO2. ഹൈഡ്രജൻ്റെ എണ്ണം അങ്ങ് എഴുതി വെച്ചാൽ മതിയെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എൻ ഫാക്ടർ എത്രയായിരിക്കണം? വെറുതെ 3 എന്ന് എഴുതിയാൽ മതി അല്ലേ? പക്ഷേ അങ്ങനെ എഴുതിയാൽ തെറ്റാണ്. അതെന്താണെന്ന് പറയാം. ആദ്യം H3PO4ൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇതാണ് H3PO4ൻ്റെ സ്ട്രക്ചർ. ഓരോ മാത്രം ഡബിൾ ബോണ്ട്, ബാക്കി 3 സിംഗിൾ ബോണ്ടിലാണ് വരുന്നത്. പിന്നെയോ ഇവിടെ സിംഗിൾ ബോണ്ടിലാണ് ഹൈഡ്രജൻ വരുന്നത്. അപ്പോൾ ഈ കേസിൽ എല്ലാ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് ബോണ്ടഡ് ആണ് അല്ലേ? എല്ലാം സിംഗിൾ ബോണ്ട്സ് ആണ്. അതായത് ഓക്സിജൻ നല്ല ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആളാണ്. അപ്പോൾ ഹൈഡ്രജന് പെട്ടെന്ന് എന്താണ് പ്ലസ് ആയി മാറാനായിട്ട് സാധിക്കും. അതായത് H+ അയോൺസ് ഈ 3 പേർക്കും ഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ എൻ ഫാക്ടർ അല്ലെങ്കിൽ ഇവിടുത്തെ ബേസിസിറ്റി എത്രയാണ്? 3 തന്നെയാണ്. ഇനി നമുക്ക് H3PO3 ഒന്ന് വരച്ച് നോക്കാം. ഇത് കണ്ടോ, P ഡബിൾ ബോണ്ടോ പിന്നെ 2 സിംഗിൾ ബോണ്ട്സ് ആണ്. ഒരെണ്ണം ഫോസ്ഫറസും ഹൈഡ്രജനും തമ്മിലാണ് ബോണ്ട്, ബാക്കി ഓക്സിജനും ഹൈഡ്രജനും തമ്മിലാണ് ബോണ്ട്. ഈ 2 നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഫോസ്ഫറസുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന ഹൈഡ്രജനോ, ഫോസ്ഫറസിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. അതുകൊണ്ട് ഇതിന് പെട്ടെന്ന് H+ ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ 2 എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് 2 ആണ്. അതുകൊണ്ട് ഇവിടെ എൻ ഫാക്ടർ 2 ആണ് വരിക. ഇനി H3PO2 നോക്കാം. ഫോസ്ഫറസ് ഒരു ഡബിൾ ബോണ്ട് O, പിന്നെ ഒരു O സിംഗിൾ ബോണ്ട് ആണ്. Oയും H-ഉമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി 2 ഹൈഡ്രജൻ ഫോസ്ഫറസിൽ നിന്ന് നേരിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ Oയുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ പെട്ടെന്ന് H+ ആകും. അപ്പോൾ അത് നമുക്ക് എടുക്കാം. പക്ഷേ ഈ 2 ഇത് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ 1 ആണ് വരിക. അതിനർത്ഥം എല്ലാ കേസസിലും നമുക്ക് ഈ നമ്പർ തന്നെ എഴുതി വെക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ആസിഡിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബേസിൻ്റെ കാര്യമോ? ഉദാഹരണത്തിന് NaOH. ആസിഡിൻ്റെ കാര്യത്തിൽ ബേസിസിറ്റി ആണ് നോക്കുന്നതെങ്കിൽ ബേസിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും നോക്കുന്നത്? അസിഡിറ്റി ആണ്. ഇനി അസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എത്ര OH- അയോണിനെ ഈ ബേസിന് തരാനായിട്ട് പറ്റും. ആസിഡിൻ്റെ കാര്യത്തിൽ H+ അയോൺ നോക്കുന്നത് പോലെ തന്നെ ഇവിടെ OH- അയോൺ ആണ് നോക്കുന്നത്. അപ്പോൾ NaOH എന്ന് പറയുമ്പോഴോ ഒരു OH- ആണ് ഇതിന് തരാൻ പറ്റുക. അപ്പോൾ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്, എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ NaOHൻ്റെ ഇക്വലൻ്റ് മാസ് കണ്ടെത്തി നോക്കാം. നമുക്ക് സോഡിയത്തിൻ്റെ മാസ് എത്രയാണെന്നറിയാം, 23. ഓക്സിജൻ്റെ 16 ആണ്. ഹൈഡ്രജൻ്റെ 1. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 40 എന്ന് കിട്ടും. അപ്പോൾ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 40 ആണ്. ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് കിട്ടി. അപ്പോൾ 40 ഗ്രാം. ഇനി വേറെ ഒരെണ്ണം നോക്കാം, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതൊരു ബേസ് ആണല്ലേ? അപ്പോൾ അസിഡിറ്റി അല്ലേ നോക്കുക? അസിഡിറ്റി എന്ന് പറയുമ്പോൾ ഈ കേസിൽ എത്ര OH- ആണ് എടുക്കാൻ പറ്റുക? 2 ആണ്. അപ്പോൾ എൻ ഫാക്ടർ അല്ലെങ്കിൽ ഇവിടുത്തെ അസിഡിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ആസിഡിൻ്റെ കാര്യത്തിൽ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബേസിസിറ്റി ആണെങ്കിൽ ബേസിൻ്റെ കാര്യത്തിൽ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അസിഡിറ്റി ആണ് നോക്കുന്നത്. സോൾട്ടിൻ്റെ കാര്യത്തിൽ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈസിയാണ്. ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഓൺ കാറ്റയോൺ കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഒരു സോൾട്ട് എടുക്കുവാണ്, Na2SO4. ഇതിലെ കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് ചാർജ് ഉള്ളതല്ലേ?
ഇത് ആക്ച്വലി സോഡിയം എന്ന് പറഞ്ഞാൽ 1+ ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടുത്തെ കാറ്റയോൺ ഏതാണ്? സോഡിയം ആണ് അല്ലേ. അങ്ങനത്തെ 2 സോഡിയം ഉണ്ട്. അപ്പോൾ 1+ × 2 എന്ന് പറഞ്ഞാൽ 2+ അല്ലെങ്കിൽ 2. അതാണ് എൻ ഫാക്ടർ എന്ന് പറയുന്നത്. വേറൊരു സോൾട്ട് നോക്കാം, MgCl2. ഇവിടുത്തെ കാറ്റയോൺ ഏതാണ്? മഗ്നീഷ്യം ആണ് അല്ലേ. മഗ്നീഷ്യത്തിന്റെ 2+ ആണ്. ഒരു മഗ്നീഷ്യം അല്ലേ ഉള്ളൂ. അപ്പോൾ എൻ ഫാക്ടർ 2 ആണ് വരുന്നത്. വേറെ ഒരെണ്ണം നോക്കാം, NaCl. ഇവിടെ Na+ അല്ലേ കാറ്റയോൺ. അപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ +1 അല്ലെങ്കിൽ 1 ആണ് എൻ ഫാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് Na2CO3 അതൊരു സോൾട്ട് അല്ലേ, അതിൻ്റെ ഇക്വലന്റ് മാസ് കണ്ടെത്താം. ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ എഴുതുക? മോളിക്കുലാർ വെയിറ്റ് ആണ് എഴുതുക. സോഡിയത്തിൻ്റെ എത്രയാണ്? 23. അങ്ങനെ 2 എണ്ണം ഉണ്ട് അല്ലേ. കാർബണിൻ്റെ 12, ഓക്സിജൻ്റെ 16 ആണ്. 16 × 3 അപ്പോൾ 48. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 106 കിട്ടും. ഡിവൈഡഡ് ബൈ ഇവിടെ സോൾട്ട് ആകുമ്പോൾ എൻ ഫാക്ടർ എങ്ങനെയാണ് കണ്ടെത്തുക? സോഡിയം 1+ അല്ലേ, അങ്ങനത്തെ 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 2 = 53 ഗ്രാം. ഈ എൻ ഫാക്ടറിന് തന്നെയാണ് വാലൻസി ഫാക്ടർ എന്നൊക്കെ പറയുന്നത്. വേറൊരു സോൾട്ട് നോക്കാം, AlCl3. ഇവിടുത്തെ എൻ ഫാക്ടർ എന്താണ്? അലുമിനിയത്തിൻ്റെ 3+ ആണല്ലേ. ഒരു അലുമിനിയം അല്ലേ ഉള്ളൂ. അപ്പോൾ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 3. ഇവിടെ നമ്മൾ എൻ ഫാക്ടർ കണ്ടെത്താനായി ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഓൺ കാറ്റയോൺ ആണ് നോക്കുന്നത്. അതേസമയം വേറൊരാൾ എൻ ഫാക്ടറിനെ ടോട്ടൽ നെഗറ്റീവ് ചാർജ് ഓൺ ആനയോൺ എന്നാണ് എടുക്കുന്നതെങ്കിലും വ്യത്യാസമൊന്നും വരില്ല. കാരണം ഒരു ന്യൂട്രൽ കോമ്പൗണ്ടിൽ പോസിറ്റീവ് ചാർജ് എത്രയുണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. അപ്പോൾ ഞാൻ പോസിറ്റീവിൻ്റെ ആണ് ഇപ്പോൾ കൗണ്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഒരാൾ നെഗറ്റീവിൻ്റെ ആണ് കൗണ്ട് ചെയ്ത് എഴുതിയിരിക്കുന്നതെങ്കിൽ എന്ത് തന്നെ കിട്ടുക? സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, H2SO4 + NaOH gives NaHSO4 + H2O. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു H2SO4ൻ്റെ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ആസിഡ് ആയതുകൊണ്ട് നമ്മൾ ബേസിസിറ്റി ആണ് നോക്കുക. അപ്പോൾ ഇത് 2 ആണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇവിടെ 2 H2 ഇല്ലേ, ഞാൻ ഇതിനെ തന്നെ ഇങ്ങനെ എഴുതുവാണ് കേട്ടോ. H2SO4 ആണ് എഴുതിയിരിക്കുന്നത്. 2 ഹൈഡ്രജനും SO4 അല്ലേ H2SO4. ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത ശേഷം അവിടെ ഈ സോഡിയം വന്നിരുന്നു. അപ്പോൾ എന്തായി? NaHSO4. അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ആ റീപ്ലേസ് ചെയ്ത ഹൈഡ്രജൻ എങ്ങോട്ട് പോയി? ഇവിടെ H2Oയിലേക്ക് പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇക്വേഷനിൽ H2SO4ൽ എത്ര H+ അയോണാണ് റീപ്ലേസ്ഡ് ആയിട്ടുള്ളത്? ഒരെണ്ണേ ഉള്ളല്ലേ, 2 എണ്ണം ഇല്ല. അപ്പോൾ ഈ കേസിൽ H2SO4ൻ്റെ എൻ ഫാക്ടർ എത്രയായിരിക്കും? 2 അല്ല 1 ആണ്. അതായത് നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്നൊക്കെ എൻ ഫാക്ടർ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഇക്വേഷൻ ഒന്നും ഇല്ലാതെ വെറുതെ H2SO4ൻ്റെ എൻ ഫാക്ടർ കാണാനാണ് പറഞ്ഞത്, അല്ലെങ്കിൽ HClൻ്റെ എൻ ഫാക്ടർ കാണാനാണ് പറഞ്ഞതെങ്കിൽ വെറുതെ സാധാരണ പോലെ നമ്മൾ ചെയ്യുന്ന പോലെ എടുത്താൽ മതി. ഇനി നമ്മൾ ഗ്രാം ഇക്വലൻ്റ് ആണ് നോക്കുന്നത്. നമ്മൾ നമ്പർ ഓഫ് മോൾസിനൊക്കെ ഇക്വേഷൻ എഴുതുന്നത് പോലെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ്, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് മാസ്. ഇക്വലൻ്റ് മാസ് എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാസമാണ്. ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് പ്രസൻറ്റ് ഇൻ, ഒന്നാമത്തത് 4 ഗ്രാം ഓഫ് NaOH. അപ്പോൾ അത് ഇക്വലൻ്റ് മാസ് കണ്ടെത്തണ്ടേ. ഇക്വലൻ്റ് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മോളിക്കുലാർ വെയിറ്റ്. അതായത് NaOHൻ്റെ എത്രയാണ്? സോഡിയം എന്ന് പറയുമ്പോൾ 23, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1, 40 ആണല്ലേ. 40 ഡിവൈഡഡ് ബൈ എൻ ഫാക്ടർ അല്ലെങ്കിൽ വാലൻസി ഫാക്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? NaOH ഒരു ബേസ് ആണ്. അപ്പോൾ അസിഡിറ്റി ആണ് നോക്കേണ്ടത്. അസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര OH- ഇതിൽ നിന്ന് തരാൻ പറ്റും? ഒരെണ്ണം അല്ലേ. അപ്പോൾ 1 = 40 ഗ്രാം. ഇതാണ് ഇക്വലൻ്റ് മാസ്. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് കണ്ടെത്താം. ഗിവൺ മാസ്, അതായത് തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 4 ഗ്രാം എന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. 4 ഗ്രാം ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയ ഇക്വലൻ്റ് മാസ് എത്രയാണ്? 40 ഗ്രാം. അപ്പോൾ എത്രയായി? 1/10 അഥവാ 0.1. വേറെ ഒരെണ്ണം നോക്കാം. ഫൈൻഡ് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് പ്രസൻറ്റ് ഇൻ 980 ഗ്രാം ഓഫ് H2SO4. അപ്പോൾ നമ്മൾ ആദ്യം എന്താ കണ്ടെത്തേണ്ടത്? ഇക്വലൻ്റ് മാസ് ആണ് കണ്ടെത്തേണ്ടത്. അതിനെ മോളിക്കുലാർ വെയിറ്റ് കണ്ടെത്തണമല്ലോ. ഹൈഡ്രജൻ്റെ എത്രയാണ്? 1. അങ്ങനെ 1 × 2. അപ്പോൾ 2. സൾഫറിൻ്റെ 32, ഓക്സിജൻ്റെത് 16. അങ്ങനത്തെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ 16 × 4 64, 98. അപ്പോൾ ഇക്വലൻ്റ് മാസ് എന്ന് പറഞ്ഞാൽ 98 ഡിവൈഡഡ് ബൈ ഇവിടെ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? H2SO4 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു 2 ആണെന്ന്. അതായത് 49 ഗ്രാം. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് എങ്ങനെ കണ്ടെത്താം? ഗിവൺ മാസ്, അതായത് 980 ഡിവൈഡഡ് ബൈ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന 49, അപ്പോൾ 20. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് പ്രസൻറ്റ് ഇൻ 3 മോൾസ് ഓഫ് H2SO4. അതായത് 3 മോൾ H2SO4 ഉണ്ടെന്നാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മോൾസിൽ നിന്ന് H2SO4ൻ്റെ മാസ് കണ്ടെത്തേണ്ടി വരും. 1 മോൾ H2SO4ൻ്റെ മാസ് 98 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 മോൾ H2SO4ൻ്റെ മാസ് എത്രയായിരിക്കും? 3 × 98, അതായത് 294.
അതായത് ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് 294 ഗ്രാം ആണ്. 3 മോളല്ലേ തന്നിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ മാസ് 294 ഗ്രാം ആണല്ലോ. ഇനി നമുക്ക് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് കണ്ടെത്തണമെങ്കിൽ ആദ്യമേ ഇക്വലൻ്റ് മാസ് കണ്ടെത്തണം. ഇക്വലൻ്റ് മാസം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? H2SO4ൻ്റെത് നമ്മൾ 98 ആണ് മാസം എന്ന് നമുക്കറിയാം. എൻ ഫാക്ടർ എത്രയാണ്? 2. അതായത് 49 ഗ്രാം ആണ് ഇക്വലൻ്റ് മാസ് എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ്, അതായത് 294 ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് മാസ്, അതായത് 49 എന്ന് പറയുമ്പോൾ 6. ഇനി അല്ലെങ്കിൽ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് തന്നിട്ട് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് കണ്ടെത്താൻ പറഞ്ഞാൽ അതിന് ഷോർട്ട് കട്ട് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ. അതായത് ഈ കേസിൽ നമുക്ക് നോക്കാം, ഈ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് മോൾസ് 3 ആണ്, എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 ആണല്ലേ. അപ്പോൾ 3 × 2 അതായത് 6. ആ 6 തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ. അങ്ങനെയാണെങ്കിൽ 3 മോൾ AlCl3 ഉണ്ട്, അതിൻ്റെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് കണ്ടെത്താൻ പറഞ്ഞാൽ എങ്ങനെയാണ്? ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്, അതായത് 3 മോൾ ഇൻറ്റു എൻ ഫാക്ടർ. അലുമിനിയത്തിൻ്റെ 3+ ആണല്ലോ, അപ്പോൾ ഇവിടെ നമ്മൾ 3+ അല്ലേ എടുക്കുക. അപ്പോൾ 3 × 3 അതായത് 9. നമുക്കൊരു ബാലൻസ്ഡ് ഇക്വേഷൻ എടുക്കാം. Na2SO4 + 2HCl gives 2NaCl + H2SO4. ബാലൻസ്ഡ് ആണ്. ഇതിനർത്ഥം എന്താണ്? 1 മോൾ Na2SO4ഉം 2 മോൾ HClഉം കൂടിയാണ് റിയാക്ട് ചെയ്യുന്നതെന്നല്ലേ. ഇനി ഞാൻ Na2SO4ൻ്റെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് കണ്ടെത്തുകയാണ്. നമ്മളൊരു ഷോർട്ട് കട്ട് പഠിച്ചായിരുന്നു. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. എൻ ഫാക്ടർ എന്താണ്? ഇതൊരു സോൾട്ട് ആണ്. അപ്പോൾ ഇതിലെ കാറ്റയോൺസിൻ്റെ ടോട്ടൽ ചാർജ് നോക്കിയാൽ മതി. അതായത് Na എന്ന് പറഞ്ഞാൽ 1+ അല്ലേ, അങ്ങനത്തെ 2 Na ഉണ്ടല്ലേ. അപ്പോൾ 1 × 2 അതായത് 2 ആണ് എൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് 2 ആണ്. ഇനി HClൻ്റെ നോക്കാം. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 2 ആണ്. HCl ഒരു ആസിഡ് ആണ്. അപ്പോൾ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിസിറ്റി ആണ്, അതായത് എത്ര H+ അയോൺസ് കിട്ടും. അപ്പോൾ ഇവിടെ അത് 1 ആണ്. അപ്പോൾ 2 × 1 എന്ന് പറഞ്ഞാൽ 2. ഇവിടെ സെയിം അല്ലേ കിട്ടിയത്. അതായത് ഒരു ബാലൻസ്ഡ് ഇക്വേഷനിൽ റിയാക്റ്റൻസിൻ്റെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് എപ്പോഴും സെയിം ആയിരിക്കും. നമുക്ക് മറ്റൊരു ഇക്വേഷൻ നോക്കാം. HCl + NaOH gives NaCl + H2O. ഇത് ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും 1 എന്ന് എഴുതുകയാണ്. ഇവിടെ HClൻ്റെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് കണ്ടെത്താം. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇൻറ്റു എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? H+ ഇവിടെ ഒരെണ്ണാണുള്ളത്, അപ്പോൾ 1. അപ്പോൾ 1. ഇവിടെയോ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് എന്താണ്? 1 തന്നെയാണ്. ഇവിടെ NaOH ബേസ് ആണല്ലേ, അപ്പോൾ എത്ര OH- പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ 1 ആണ്. 1 × 1 1 തന്നെ. ഇവിടെ രണ്ടും സെയിം അല്ലേ കിട്ടിയത്. അതായത് ബാലൻസ്ഡ് ഇക്വേഷനിൽ റിയാക്റ്റൻസിൻ്റെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് എപ്പോഴും സെയിം ആയിരിക്കും.